ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടില്ലേണ്ടല്ലോ ഒരു വിഷമമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് നമ്മളെ ടോപ്പിക്ക്. വേറെ ഒന്നുമല്ല. ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിലും അതേമാതിരി തന്നെ യൂട്യൂബിലും വാർത്തയിലൊക്കെ കേൾക്കണമെന്ന്. വെറും 4ാം ക്ലാസ് പഠിക്കണം, 9 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോളൊക്കെ അറിയണല്ലേ. അപ്പോൾ അവൾ ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആത്മഹത്യ ചെയ്തതാണോ, സ്വയം ചെയ്തതാണോ, അതോ ആരെങ്കിലും ചെയ്യിച്ചെന്നും പറയാൻ പറ്റില്ലല്ലേ. അപ്പോൾ നമ്മൾ സ്വയം ചെയ്യണ ഫാനിമലൊക്കെ ഈ 9 വയസ്സ് മാത്രം പ്രായമുള്ള മോള് കുരുക്കൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നമുക്ക് തോന്നൂല. അപ്പോൾ അതാണ് കേട്ടോ അന്വേഷണത്തിൽ പോലീസുകാരൊക്കെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. അതാരോ ചെയ്തതോ അങ്ങനെ എന്തോ ആണെന്നൊക്കെയാണ് സംശയത്തിൽ നിൽക്കണല്ലേ. അപ്പോൾ അവിടെ അവളെ അമ്മ വഴിക്കൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയതാണ്. അവൾ അടിക്കണ അത് ആളിന് കേട്ടോ തയ്യലടിക്കുമല്ലോ, ഡ്രസ്സൊക്കെ അടിക്കണ കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ആ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾ മുട്ട പൊരിച്ച് വരുന്ന സമയം കൊണ്ട് മാത്രം ഇത് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടോ. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു മുട്ട പൊരിച്ച സമയം കൊണ്ട് തന്നെ കുരുക്കൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും നമ്മൾ തോന്നൂലല്ലേ. പിന്നെന്താണെന്നറിയില്ല. അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണിക്കാം. അപ്പോൾ ഒന്ന് കണ്ടുനോക്കി. തിരുവനന്തപുരം നേമത്ത് കേരളത്തെ മുഴുവൻ നടുക്കുന്ന ഒരു മരണമാണ് രാവിലെ ഉണ്ടായത്. 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ പ്രാഥമികമായ പരിശോധനകളൊക്കെ നടത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ നാടിനും ഈ കുട്ടിയോടൊപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കുമൊന്നും ഈ ഒരു കാര്യം ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം പഠനത്തിൽ വളരെ സമർത്ഥയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അഹല്യ എന്ന ഈ 9 വയസ്സുകാരി. അങ്ങനെ ഒരാൾ എന്തിനിങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോഴും ആർക്കുമില്ല. എന്തായാലും ഒരുപക്ഷെ പ്രദേശവാസികൾക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ചേച്ചി, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരായിരുന്നു? അവസാനം എപ്പോഴാണ് കണ്ടത്? ഇന്നലെ വൈകുന്നേരം 4 മണിയൊക്കെ ആവും സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. അതെ, സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ ജോലിക്ക് പോയപ്പോ എന്റെ മോനാണ് വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ വാവച്ചി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. തൂങ്ങിയമ്മ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിക്കണ ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പൊ എപ്പോഴും ആ കൊച്ചിന്റെ കഴുത്തിൽ ഒരു ഷോള് കിടക്കും. അപ്പൊ ഞാൻ പറഞ്ഞേടാ അത് ഇളത് മൂത്തും കൂടെ കളിച്ചോണ്ടെന്ന് അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മോനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞില്ല, അമ്മ മരിച്ചു പോയെന്നാണ് പറയണത്. ലേഖ ചേച്ചി അവിടെ ഇല്ല, ഇപ്പം വന്നത് ലേഖ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ ഇപ്പം വന്നതേ ഉള്ളൂ, ശാന്തി മാമി മാത്രമേ ഉള്ളൂ അവിടെ എന്ന്. ഞാൻ ഉടനെ വന്നപ്പോൾ ബോഡിയൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ അവിടെ കരച്ചിലും വിളിയും ബഹളം അമ്മമ്മയും ഒക്കെയാണ്. പക്ഷെ ആ കൊച്ചിന് അപ്പച്ചി എന്ന് പറയുന്നത് ഭയങ്കര ജീവനുള്ള ഒരു ഇതാണ് ആ കൊച്ചിന്റെ അടുത്ത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം അത് നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാം. അതെ, അവര് എന്തേലും വഴക്ക് പറയും അങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം അവളെ അമ്മ അവിടെ ഇല്ല, അവള് തയ്യക്കാരിയാണ്. എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് പറയണത്. ആദ്യം കണ്ടതാരാണ്? അങ്ങനെ കണ്ട അവൾ അപ്പച്ചിയാണ്. കാരണം അമ്മ ഇങ്ങനെ പോയതിനു ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മരണം അറിഞ്ഞു പോയപ്പം പറഞ്ഞതാണ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഡോർ, അപ്പൊ എപ്പോഴും ആ ഡോർ അടച്ചിടും. കാരണം ഈ 1.5 വയസ്സായ കൊച്ചു പുറത്ത് ചാടുമായിട്ട് അവര് ഡോർ അടച്ചിടും. അപ്പൊ ജന്നല് ആ പുറത്തുള്ള ജന്നല് തുറന്നിട്ടിരിക്കും. കാരണം ആരെങ്കിലും വിളിക്കാനും ചെയ്യണമെങ്കിൽ ജന്നല് വഴിയാണ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ആ വഴിയാണ് വിളിയാക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ കൊച്ചു ഇങ്ങനെ പുറത്ത് വരുമെന്നുള്ളത് കൊണ്ട് ആ ഡോർ അടച്ചിട്ട് അങ്ങനെ ഇവിടെ പോയി തട്ടിയപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ടിങ്ങനെ ജന്നൽ വഴി വന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അല്ലേ? എല്ലാവരോട് ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന ഒരു, കാരണം അത് കുറെ നാൾ അതിനുശേഷമല്ല ഇളയ കുട്ടി വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൊച്ചാണ്. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ അടുത്തുള്ള ചേച്ചി ഇപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല മിടുക്കി മോളാണ്, നല്ല മോളാണ്, ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത് തന്നെ കണ്ടില്ലേ കല്യാണേറിന കുഞ്ഞുമോള് സ്വന്തം അമ്മ കായൽ എറിഞ്ഞു കൊന്നതും, അതേമാതിരിക്ക് തന്നെ ഹസ്ബൻഡിൻ്റെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ കൊണ്ട് കായൽ പോയി കൊണ്ട് ആത്മഹത്യ ചെയ്ത് അടുത്തൊരു ചേച്ചിയും 2 മക്കളൊക്കെ അവസ്ഥ അല്ലേ. അപ്പോൾ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടോ അങ്ങനെ സ്വയം ചെയ്യുന്നതും, പുറത്ത് പറയാൻ പറ്റായിട്ട് സ്വയം ചെയ്യുന്നതും, അതേമാതിരി ചെയ്യിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ. അറിയാതെയും വാർത്തയിൽ വരാതെയും
അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസം ഒന്ന് കൂടി വരിക എന്നല്ലാതെ ഒരു മാറ്റവും കാര്യങ്ങളും നമ്മുടെ നാട്ടിലില്ല. അവിടെ ഇല്ല അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഒരു കേസ് വന്നാൽ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെ അടുത്ത കേസ് വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ ആയിരിക്കും അല്ലേ? അപ്പോൾ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്ന മാതിരിക്കാണ്. ശരിക്കും നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കുക തന്നെ വേണം, എന്നാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാര്യങ്ങളും കാണുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ആ കുഞ്ഞു മക്കൾ ഭയങ്കര പിന്നെ സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നൂല ഇങ്ങനത്തെ വാർത്ത ഇതും കേൾക്കുമ്പോൾ. അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു മൂടില്ലാത്ത അവസ്ഥയായിരിക്കും. പാവം തോന്നും അല്ലേ? ആ കുട്ടിയും പിന്നെ മോളെന്ത് തെറ്റ് ചെയ്തിട്ട് അവർ അല്ലെങ്കിൽ അച്ഛനും അമ്മേനൊന്ന് വിഷമിക്കണം അല്ലെങ്കിൽ ഒന്ന് സങ്കടപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതോ സ്വയം ചെയ്തത് തന്നെയായിരിക്കും, എന്താ അറിയില്ല. ഒരിക്കലും ഫാനുമ്മ അങ്ങനെ കുരുക്കൊക്കെ ഇട്ട് സ്വയം ചെയ്യാനുള്ള പ്രായമൊന്നും നമുക്കായിട്ടില്ല അല്ലേ? അപ്പോൾ എന്താ ഏതാണെന്നൊന്നും ഇതിൻ്റെ ഒരു ഇത് ശരിക്കും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. അതാണ് നാട്ടുകാർക്ക് അഹല്യയെക്കുറിച്ച് പറയാനുള്ളത്. വീടിനുള്ളിൽ അവൾ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ നേടിയ ഒരുപാട് ട്രോഫികൾ ഇരിപ്പുണ്ട്. അതിനു ചുറ്റും വീടിന്റെ മുൻവശത്തായി അഹല്യ വീടിനോട് ചേർന്ന് വരച്ച കരികൊണ്ട് വരച്ച ചിത്രങ്ങളുണ്ട്. അഹല്യ എന്ന് തന്നെ കരി കൊണ്ട് എഴുതിയ പേരുണ്ട്. അങ്ങനെ ആ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ വേദനയ്ക്ക് നടുവിലാണ് അഹല്യയുടെ അപ്രതീക്ഷിതമായ വിയോഗം ഈ നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ ഏതെങ്കിലും തരത്തിൽ വഴക്ക് പറഞ്ഞതിലുള്ള ഒരു മാനസിക പ്രശ്നം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതാണോ എന്ന ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളും വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സരിത സാജിയും രേണുസുതി മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ വാർത്തയൊന്നും എല്ലാവരും പെട്ടെന്നൊന്നും കണ്ടുപിടലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം പിന്നെ കാര്യങ്ങളും ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ തന്നെയായി. എല്ലാവർക്കും ഉണ്ടല്ലേ മക്കളും കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോണ്ടല്ലോ നമ്മളൊരു എന്തോ ഒരു ഇതായി പോകൂലേ? അപ്പോൾ ആ കുഞ്ഞു മോളത് ഉണ്ടല്ലോ, കല്യാണി മോളത്, അതിൻ്റെ ഒരു ഇതിപ്പോൾ ഒന്ന് ഇതായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത് ഓരോന്ന് കേൾക്കണില്ലേ? അപ്പോൾ എന്താ അവസ്ഥ എന്താണെന്നുള്ളത് പഠിച്ചവനെ അറിയുള്ളൂ. അപ്പോൾ അതെന്തായാലും നല്ലത്, ഇത് സത്യാവസ്ഥ മാത്രം തെളിഞ്ഞ് നല്ലതായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളോ അതിനെപ്പറ്റി കുറച്ച് അഭിപ്രായം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ഓരോ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ കൂടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കേട്ടില്ലേ? ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.